MES College of Engineering and Technology കുന്നക്കര APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള AICTE അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ MESന്റെ പ്രമുഖ സ്ഥാപനത്തിൽ 2024 വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ISO 9001:2050 അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം. വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും. MES മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം. ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പുകൾ നൽകുന്നു. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ: ഫോൺ 9444781611, 8089921675. കേന്ദ്ര ബജറ്റിൽ പ്രതിഷേധിച്ച് CITU പള്ളുരുത്തി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ബഡ്ജറ്റിൽ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് CITU പള്ളുരുത്തി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. പള്ളുരുത്തി കച്ചേരിപ്പടിയിൽ നടന്ന സമരം CITU ഏരിയ സെക്രട്ടറി KP ഷെൽവൻ ഉദ്ഘാടനം ചെയ്തു. വലിയ സമരം 31-ാം തീയതി രാവിലെ സൗത്ത് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നടന്നു. അതിൽ കേരളത്തോടുള്ള പൊതുവായ അവഗണനക്കെതിരായ വലിയ പ്രതിഷേധം തുടർന്നും വിവിധ യൂണിയനുകളുടെ CITUവിൽ അംഗങ്ങളായിട്ടുള്ള വിവിധ യൂണിയനുകളുടെ നേതൃത്വത്തിൽ തുടർച്ചയായ പ്രതിഷേധങ്ങൾ ഈ കേരളത്തിൽ ഉയർന്നു വരാൻ പോവുകയാണ്. തീർച്ചയായും കേരളത്തിലെ മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കേരളത്തോട് കാണിച്ച BJPയുടെ അവഗണനക്കെതിരെ പാർലമെന്റിൽ അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തോട് കാണിച്ച ഈ നഗ്നമായ അവഗണനക്കെതിരെ നമുക്ക് പൊരുതേണ്ടതുണ്ട്. കാരണം മാറിയ സാഹചര്യത്തിൽ കേരളത്തിലെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ കൊച്ചി തുറമുഖമടക്കമുള്ള നമ്മുടെ ഷിപ്പ്യാർഡ് അടക്കമുള്ളതിൻ്റെ വലിയ വികസന സാധ്യതകളെ സ്വപ്നം കണ്ടുകൊണ്ടാണ് മലയാളികൾ ജീവിക്കുന്നത്. അതിനെയെല്ലാം തകർക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വമുള്ള നേവി അടക്കമുള്ള അതിൻ്റെ വലിയ ഷിപ്പുകൾ പോകേണ്ട അഴിമുഖം, ആ അഴിമുഖം ആഴം വർദ്ധിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നേവിക്കുണ്ട്. അതുപോലെ ഷിപ്പ്യാർഡിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള ആവശ്യങ്ങൾ എന്ന നിലയിൽ ഉപയോഗിക്കുമ്പോൾ അതിനുവേണ്ടിയുള്ള വിഹിതം നമുക്ക് നൽകേണ്ടതുണ്ട്. അങ്ങനെ കൊച്ചി തുറമുഖത്തെ വികസിപ്പിച്ചെടുക്കാൻ ചുമട്ടുതൊഴിലാളി യൂണിയൻ ഏരിയ പ്രസിഡന്റ് PR വിജയൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PV ഡാളോ, MS രമേശൻ, CK അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. പള്ളുരുത്തി വെളിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കച്ചേരിപ്പടിയിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.